ഭഗവാനെ രക്ഷപ്പെട്ടു. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? അമ്മ കണ്ടോ? ഹേയ്, അമ്മാവനാ? മൂപ്പിലാൻ കാല് മാറുന്നു. കാല് മറന്നോ? ഓ, കണ്ണടയുടെ കാലൊടിഞ്ഞ് അത് മാറുന്നു. പക്ഷെ എന്നെങ്കിലും അമ്മയുടെ അമ്മാവന്റെ മുമ്പിൽ ഞാൻ പെടും. അതോടെ എന്റെ ആപ്പീസും പൂട്ടും. നിനക്ക് അവിടെ എവിടെയെങ്കിലും നിന്നാ പോരായിരുന്നോ? ഇനി നിന്നെ കൊണ്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത പരിപാടി എന്താ അതൊന്നറിഞ്ഞാ കൊള്ളാം. ഇന്നലത്തെ പോലെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കാനാണ് ഞാനില്ല. കാണുന്നിടത്തൊക്കെ കയറി മുട്ടും. തട്ട് കിട്ടുന്ന എനിക്ക്. ഒന്ന് നിർത്തടാ. അമ്മ ഇപ്പൊ 100 കൂട്ടം ജോലിയായിട്ട് വരും. അതിനുമ്പോ വെളിച്ചാടണം. അങ്ങനെ അങ്ങ് തിടുക്കം കൂട്ടിയല്ലോ. ഇങ്ങോട്ട് മാറിയില്ല. ഞാനും ഒന്ന് വിനുങ്ങട്ടെ. കൂട്ടത്തിൽ നടക്കുന്നോണ്ട് ഗുണമോ ഇല്ല. എന്നാത്തല്ലേ മണമെങ്കിലും ഇരുന്നോട്ടെ. അച്ഛനെ സത്യം പറയണം, ഇപ്പൊ എന്റെ മണത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നു. എനിക്കെങ്ങും വേണ്ട. അതിനുവേണ്ടി എത്രയോ പേര് കൊതിച്ചു കിടക്കുന്നു. അവർക്കൂടെ. ദൈവമേ, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ. ഇനി എങ്ങോട്ടാ? ഞാൻ ഒന്ന് വെളിയിൽ പോയിട്ട് വേഗം വന്നേക്കാമേ. വെളിയിൽ നിന്നല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇനി പോയാ പാതിരാത്രി കഴിയാതെ നീ തിരിച്ചു വരുവോ? എന്തെല്ലാം ജോലി കിടക്കുന്നു. എസ്റ്റേറ്റിൽ പോണം, ബാങ്കിൽ പോണം, പിന്നെ ആ കളക്ടറെ ഒന്ന് കാണണം. അങ്ങനെ അതിനല്ലേ അമ്മയുള്ളത്. സഹായത്തിന് അമ്മാവനും ഇല്ലേ? അതേതായാലും നന്നായി മോഹൻ. നിന്റെ അച്ഛൻ നിനക്ക് സമ്പാദിച്ചു തന്നിരിക്കുന്ന സ്വത്ത് നോക്കി നടത്തുന്നത് നീയല്ലേ, ഞങ്ങളാണോ? അമ്മാവന് പിന്നെ എന്തോ ജോലി? കല്യാണം പോലും കഴിച്ചിട്ടില്ല. അതിന് പകരം നിന്റെ സ്വത്ത് നോക്കി നടന്നാ മതിയോ? ഏതായാലും ഞങ്ങളെ സഹായിക്കാനല്ലേ അമ്മാവൻ ഇവിടെ താമസിക്കുന്നത്. ചുമ്മാ സഹായിച്ചേട്ടമ്മാവാ. എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ വിചാരിക്കുന്നേ നടക്കും. അവന്റെ അച്ഛന്റെ അതേ സ്വഭാവം. നേരാ. വളരെയേറെ സ്വത്തും അതിലേറെ സ്വഭാവദൂഷ്യം ഉണ്ടായിരുന്ന ആളായിരുന്നില്ലേ അവന്റെ അച്ഛൻ? കുട്ടിക്കാലം മുതലേ അതൊക്കെ കണ്ടല്ലേ അവനും വളർന്നത്. ഇവനെ ഇനി എങ്ങനെയാ ചേട്ടാ നേരെ കൊണ്ടുവരിക? പിഴച്ചവനെ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണമെന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ഇവനെ കിട്ടാൻ പെണ്ണിനെ കിട്ടുമോ? അറിയാവുന്നവരാരെങ്കിലും പെണ്ണ് തരുമോ? മോഹൻ പോയില്ലേ ഇതുവരെ? ഇവനെന്തിനാ ഹോൺ അടിക്കുന്നത്? ഞാൻ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണേ. നീ എന്തിനാ ഇതിനകത്ത് കയറിയിരുന്നേ? ഇറങ്ങാൻ വേണ്ടി കയറിയതാണേ. ഡേഞ്ചറസ് ഹൗസ്. നീ ഉത്തമനാ ചേട്ടാ അവനെ വഷളാക്കുന്നത്. അയ്യോ, ദൈവദോഷം പറയല്ലേ. ഉത്തമം വിചാരിച്ചാൽ വല്ലതും നടക്കുവോ? നമ്മുടെ മോഹൻ എന്ന് പറയുന്നത് ദുർഗുണങ്ങളുടെ ഒരു സർവകലാശാലയാ. അന്തോണി ചേട്ടാ, ഷീറ്റ് എത്രയുണ്ട്? 54 ഉണ്ട് കുഞ്ഞെ. വൈകുന്നേരം സഹകരണ സംഘം ഓഫീസിലേക്ക് കൊടുത്തേക്ക്. ശരി കുഞ്ഞെ. വളം എടുത്തു വെച്ച കുഞ്ഞുണ്ണി? എടുത്തു വെച്ചു. അടുക്കളയുടെ മൂലം പെരിച്ചാഴി മന്തി ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്. അത് ആള് താമസം ഇല്ലാത്തോണ്ടാവും. ഏതായാലും കുറച്ച് കല്ല് വാരിയിട്ടും തല്ലി നിർത്തിയേക്ക്. താക്കോൽ ആരുടെ കൊടുക്കണം? പണി കഴിഞ്ഞ് പൂട്ടി അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക്. ചായക്കടക്കാരൻ മത്തായിയുടെ മോള് മേരിക്കുട്ടി വരുന്നു. ശരി വാല. അത് നമുക്ക് ചുരുട്ടിക്കാം. നീ നോക്കിയോ മേരിക്കുട്ടി? ഈ ഉത്തമം പറയുന്നത് ചെമ്പ് കുടമാണെന്ന്, ഞാൻ പറഞ്ഞു മൺകുടമാണെന്ന്. നീ നോക്കിയോ? എങ്ങനെ ഇരിക്കുന്നു? ഓ, മൺകുടം തന്നെ, മൺകുടം തന്നെ. എന്നാലും കുടം പൊട്ടിക്കണ്ടായിരുന്നു ആശാൻ. പോട്ടെ മേരിക്കുട്ടി, ക്ഷമിച്ചുകളാ. ആശാൻ കണ്ണടച്ച് തിരിഞ്ഞു നിന്നോ. മേരിക്കുട്ടി, അതെല്ലാം ഇനി ഉരിഞ്ഞിട്ടാ ഞാൻ പിഴിഞ്ഞു തരാം. വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞോടല്ലോ. പോട്ടെ ആശാനെ. പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടത്. നീ പോവണേ. നാറികള്. പൊക്കണല്ലോ. അതിനോ പ്രയാസം. പൊക്ക പൊക്ക. അവിടെ എന്തായിരുന്നു മേരിക്കുട്ടി? അയാൾ എന്റെ കുടം തല്ലി പൊട്ടിച്ചു. ഇവന്റെ തന്ത ഈ കരയിലെ ഏറ്റവും വലിയ തെമ്മാടിയായിരുന്നു. ഇവൻ അയാളെ വിട്ടുന്ന നരകാസുരനായിട്ട് വളർന്നു വരുന്നു. നീ ചെല്ല്. ഇന്നെന്താ എത്ര താമസിച്ചത്? എന്താ ദിവസവും കൃത്യസമയത്ത് ഇവിടെ വന്ന് ഹാജർ വെച്ചോളണം നിയമമുണ്ടോ? ഇന്ന് ഉടക്കമായിട്ടാണല്ലോ പുറപ്പാട്. എന്ത് പറ്റി? ഓ, വഴിയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. സാരമില്ല. സാറാമ്മച്ചേ. ആഹാ, മോഹൻ കുഞ്ഞ് വന്നോ? സാറാമ്മച്ചേ, പുതിയത് വല്ലത് കിളിപോലൊന്ന് വന്നിട്ടുണ്ട്.
കേറിയിരിക്കെ, ഞാൻ വിളിച്ചോണ്ട് വരാം. വാ വാ സാറേ. അവൻ നിങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ മറ്റോ ചെയ്തോ? ദേഹോപദ്രവൊന്നും ഏൽപ്പിച്ചില്ല, ഞങ്ങളുടെ കുരങ്ങനെ എടുത്തോണ്ട് പോയി. ഇവൻ എന്തിനാ ഈ കുരങ്ങ്? ചേട്ടൻ അത് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ചെറിയ കുരങ്ങനെ കണ്ടപ്പോ വലിയ കുരങ്ങ് എടുത്തോണ്ട് പോയതായിരിക്കും. അതോ ഇനി കുരങ്ങുകളി തുടങ്ങാനും ഭാവമുണ്ടോ? ഇതുവരെ മറ്റുള്ളവരെ കുരങ്ങ് കളിപ്പിക്കായിരുന്നല്ലോ, ഇനിയിപ്പോ കുരങ്ങിനെ തന്നെ കളിപ്പിച്ചേക്കാനായിരിക്കും. അവൻ അതിനെ കൊണ്ടുവന്ന് കൊന്നു കളഞ്ഞിരിക്കുമെന്നാണ് എന്റെ പേടി. അയ്യോ അങ്ങനെ പറയല്ലേ, കുരങ്ങിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ കൊന്നേക്കാൻ പറയണം. ഇത് ഞങ്ങളോട് പറഞ്ഞിരിക്കട്ടെ, അവനോട് ഏതായാലും പറയണ്ട. പറഞ്ഞാൽ അവൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. 2 വർഷം കഷ്ടപ്പെട്ട അതിനെ പണിയൊക്കെ പഠിപ്പിച്ചത്, അത് പോയാ ഞങ്ങളുടെ വയറ്റിപ്പഴുപ്പ് മുട്ടിപ്പോ. ദേ വരുന്നുണ്ട്. അവന്റെ ഈ അങ്കലാപ്പ് വണ്ടി എടുത്ത് ആദ്യം കത്തിക്കണം. താനെന്തിനാ ഇവിടെ വന്ന്? എന്തിനാണെന്നോ? നീ എന്തിനാ അവന്റെ കുരങ്ങനെ എടുത്തോണ്ട് പോയത്? അതമ്മേ, കാറ്റ് വളരേണ്ട മിണ്ടാപ്രാണിയെ ഇവൻ തുടലിട്ട് പൂട്ടിക്കൊണ്ടിരുന്ന് ഉപദ്രവിക്കായിരുന്നു. ഞാൻ അതിനെ കാറ്റിക്കൊണ്ട് അയച്ചു വിട്ടു. ചതിച്ചോ ദൈവമേ, ഏത് കാട്ടിലാ വിട്ടത്? ആ, ഈ ചുറ്റുവട്ടത്തൊക്കെ കാണുന്നുണ്ട്. പേര് വിളിച്ചാൽ തന്റെ കുരങ്ങ് വരുവോളൂ? വരും സാറേ. എന്നാ പോയി വിളിച്ചു വരുത്ത്. അയ്യോ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലൂടാ മോനെ. നല്ലതൊന്നൊരു വാക്ക് ആരെ കൊണ്ട് പറയിക്കില്ല എന്ന് വാശിയാണല്ലേ? വിശക്കുന്നു, വല്ല ഉണ്ടായിത്താ. അനു, ഏതായാലും ഒരു ഗുണമുണ്ട്. മോഹനെ കുറിച്ച് എവിടെ ചെന്ന് ആരോട് അന്വേഷിച്ചാലും ഒറ്റ അഭിപ്രായമേ പറയൂ, രണ്ടാമതൊന്നുമില്ല. കടപ്പുറത്ത് ചെന്ന് അവന്റെ പേരൊന്ന് പറഞ്ഞു നോക്കിയേ, കടലിന്റെ തിരകൾ ചീന്നും പറഞ്ഞ് ചീറ്റിക്കൊണ്ടുവരും. അതാണ് സ്ഥിതി. മേരിക്കുട്ടിയെ, മോളെ മേരിക്കുട്ടി, മണി 8 കഴിഞ്ഞ് നീ ചന്തേ പോകുന്നില്ലേ? ഞാൻ പോവാപ്പാ. ഇതാ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്, കടലെണ്ണ വാങ്ങിച്ചാൽ മതി. പലചരക്കടയിൽ ബാക്കി കൊടുക്കണ്ടേപ്പാ? അത് ഞാൻ വൈകിട്ട് അതുവഴി ചെല്ലുമ്പോൾ കൊടുത്തേക്കാന്ന് പറ. വേഗം പോ. അച്ഛനെ, മേരിക്കുട്ടി വരുന്നുണ്ട്. നീ എങ്ങോട്ടാ? ചന്തയിലേക്ക്. ഞങ്ങൾ കൊണ്ടുവിടാ. വേണ്ട. പിടിച്ച് വണ്ടി കയറടാ. കുട്ടിയും പട്ടിയായിട്ടാണ് ഒരു നല്ല സ്ഥലത്തേക്ക് വരണം. പടി. കേറ്. 14, 15, 16, 17, 18, 19, 20, 21. തന്റെ മകളെ ആ മോഹൻ ഉത്തരവും കൂടെ ജീപ്പെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോയി. ചതിച്ചോ കർത്താവേ? എങ്ങോട്ടാ കൊണ്ടുപോയത്? വിലാസിയുടെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു. അറിവില്ലായ്മ കൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞു കാണും. ക്ഷമിച്ചോളാ. ഇനി അവളെതിരൊന്നും പറയല. പട്ടി, ഞാനും നിന്നെ പോലെയാണ് കരുതോടി. പെണ്ണിന് കുടുംബത്ത് പോയി അപ്പനെ കാണണ്ടാന്ന് തോന്നുന്നു. കാണണ്ടാ, എന്നാലും നീ ഒന്നും വിചാരിക്കുന്നത് നടക്കത്തില്ലടാ. ശരി, എങ്കിൽ അത് തന്നെ ഒന്ന് പരീക്ഷിച്ചാളെ. തറാൻ മോളി പോ. പോകാൻ ഞാനും പോണോ ആശാനെ? വേണ്ട, നീ നിക്ക്. എന്റെ കർത്താവേ, പോലീസാണെന്നോ തോന്നുന്നേ. ആശാനെ, ഞാനൊന്ന് മൂത്ത് വെച്ചിട്ട് വരാം. നീ, നിന്നെ ഇവിടുന്ന് പോലീസ് പിടിക്കാനുള്ള ഗതി എന്താണെന്ന് അറിയാലോ. അതുകൊണ്ട് അനങ്ങി പോരുത്. പോയിക്കോളൂ. നിന്നെ വിടാനോ? ഓ, നീയായിരുന്നോ? എന്ത് വേണം? മേരിക്കുട്ടി എവിടെ? മേരിക്കുട്ടിയോ? ഏത് മേരിക്കുട്ടി? എന്റെ മകള്. തന്റെ മോള് തന്റെ വീട്ടിൽ കാണും. നിങ്ങൾ അവളെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത് കണ്ടവരുണ്ട്. അതിനിപ്പോ എന്ത് വേണം? മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടൂ. ഇല്ലെങ്കിൽ ഇറക്കിക്കൊണ്ട് പോകും. എങ്കിൽ അതൊന്ന് കാണട്ടെ.